മേൽപ്പറമ്പ് കീഴൂരിൽ അതിശക്തമായി വീശിയടിച്ച കാറ്റ് പ്രദേശവാസികളെയാകെ പരിഭ്രാന്തരാക്കി. 8ഓളം തൂണുകൾ തകർന്നു വീണതിനാൽ വൈദ്യുതി വിതരണം മൊത്തമായും താറുമാറായി. ഇത് പുനഃസ്ഥാപിക്കാനുള്ള പെടാപ്പാടിലാണ് KSEB തൊഴിലാളികൾ. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ബുധനാഴ്ച രാത്രി 11 മണിയോടെയുണ്ടായ അതിശക്തമായ കാറ്റാണ് കീഴൂരിനെ ആകെ കശക്കിയെറിഞ്ഞത്. കൊടുങ്കാറ്റിന് സമാനമായ കാറ്റിന്റെ താണ്ഡവത്തിൽ മരങ്ങൾ ലൈനിന് മുകളിലേക്ക് പൊട്ടിവീണും മറ്റും ഈ ഭാഗത്തെ 8ഓളം വൈദ്യുതി തൂണുകൾ മൊത്തമായും തകർന്നടിഞ്ഞു. ഇതിലൊരു പോസ്റ്റ് കാറിന് മുകളിലാണ് വീണത്. ഭാഗ്യം കൊണ്ട് ആർക്കും പരിക്കേറ്റില്ല. ഒരു വീടിന്റെ മുകൾ നിലയിലെ മേൽക്കൂരയുടെ ഷീറ്റ് തകർന്ന് തൊട്ടടുത്തുള്ള വീടിന് മേലേക്ക് വീണ സംഭവം ഉണ്ടായി. മാത്രമല്ല ഈ ഭാഗത്തെ കേബിൾ TV വിതരണവും ഇതുമായി ബന്ധപ്പെട്ട ഇന്റർനെറ്റ് വിതരണവും ആകത്തിൽ താറുമാറായി. പലതരം ശബ്ദങ്ങൾക്ക് പിന്നാലെ വൈദ്യുതി നിലച്ചതിനാൽ ആദ്യം ആർക്കും കാര്യമൊന്നും മനസ്സിലായില്ല. എന്താണ് സംഭവിച്ചതെന്ന ആശങ്കയോടെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് വൈദ്യുതി തൂണുകളും മരങ്ങളും റോഡിൽ വീണുകിടക്കുന്നതും വൈദ്യുതി കമ്പികൾ ചിതറിക്കിടക്കുന്നതുമെല്ലാം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ വിവരം അധികൃതരെ അറിയിച്ച് ഈ മേഖലയിലേക്കുള്ള വൈദ്യുതി വിതരണം വിച്ഛേദിപ്പിച്ചുവെങ്കിലും പുറത്തിറങ്ങാനോ നടന്നു നോക്കാനോ ഒരാളും ധൈര്യപ്പെട്ടില്ല. നേരം പുലർന്നതോടെയാണ് അപകടത്തിന്റെ രൂക്ഷതയും കെടുതിയുടെ വ്യാപ്തിയും നാട്ടുകാർക്ക് ബോധ്യമായത്. 16 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഈ കീഴൂരിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത്. കാരണം ഇന്നലെ രാത്രി ഒരു 11:30 മണിക്ക് ശേഷമാണ് ഒരു ചുഴലിക്കാറ്റ് പോകുന്നൊരു സംഭവം ഈ നാട്ടിൽ കീഴൂരിൽ അടിഞ്ഞത്. ഒരു മരത്തിനെ ചുഴിഞ്ഞെടുത്തിട്ട് ഇലക്ട്രിക് പോസ്റ്റിലേക്ക് എറിയുകയും രാത്രി 12 മണിയാകുമ്പോൾ എല്ലാ ഇലക്ട്രിക് പോസ്റ്റുകളും ഒരു 8ഓളം ഇലക്ട്രിക് പോസ്റ്റ് തകരുകയും ഒരു വീടിൻ്റെ മേൽക്കൂര അങ്ങനെ കാറ്റിന് പറന്നു പോയിട്ട് മറ്റൊരു വീടിൻ്റെ സൈഡിലെത്തുകയും പിന്നെ അതിന് തൊട്ടടുത്തൊരു ആൾട്ടോ കാർ കിടക്കേണ്ട അതിൻ്റെ മുകളിലും മരം വീഴുകയും ഒരുപാട് കീഴൂരിൽ നിന്ന് ഈ 16 വർഷങ്ങൾക്ക് ശേഷം ഇതുപോലത്തെ ഒരു സംഭവം കീഴൂരിൽ നടന്നിട്ടുണ്ടായിട്ടില്ല. അപകടമായൊന്നും ഉണ്ടായിട്ടില്ല. പകൽ സമയങ്ങളാണെങ്കിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ കുട്ടികളും പിന്നെ ഏറ്റവും കൂടുതൽ മദ്രസയിൽ പോകുന്ന കുട്ടികളെ രാവിലെ ഉണ്ടാകുന്നത് അവരൊക്കെ ആ അപകടത്തിൽപ്പെട്ട് ദാരുണമായ സംഭവം ഉണ്ടാവട്ടെ. അതൊന്നുമില്ലാതെ രാത്രി സംഭവിച്ചു തന്നെ ഒരു നാടിൻ്റെ നന്മയാണ് ഈ സംഭവിച്ചത്, രാത്രി സംഭവിച്ചത്. കടലോര പ്രദേശമാണെങ്കിലും അടുത്ത കാലങ്ങളിലൊന്നും ഇവിടുത്തുകാർക്ക് പ്രതികൂല കാലാവസ്ഥയുടെ ഈ രീതിയിലുള്ളൊരു തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടില്ല. കാറ്റിന്റെ ആക്കത്തിൽ കൂറ്റൻ മാവ് വൈദ്യുതി ലൈനിന് മുകളിലേക്ക് പൊട്ടി വീണതാണ് പോസ്റ്റുകൾ തകരാൻ കാരണമായത്. സാധാരണ നിലയിൽ രാത്രികാലത്ത് ഇവിടുത്തെ ടൗണിൽ ആൾക്കാർ ഉണ്ടാകാറുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം എന്തുകൊണ്ടോ ഇവിടം വിജനമായിരുന്നു. ഇത് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കി ആശ്വാസം പകരുന്നുണ്ടെങ്കിലും ഒരൊറ്റ രാത്രി കൊണ്ട് താങ്ങാനാകാത്ത വിധമുള്ള നാശനഷ്ടം നേരിടേണ്ടി വന്നതിന്റെ നിരാശയും വേദനയും ഇവരെ വല്ലാതെ അലട്ടുന്നു. 16 വർഷങ്ങൾക്ക് ശേഷം വന്ന കാലാവസ്ഥയാണ്. ചക്രവാള ചുഴലിക്കാറ്റ് എന്ന് ഇതിൻ്റെ ന്യൂസിൽ വന്ന കാറ്റിൻ്റെ പേര്. അപ്പോൾ 11-12 മണിൻ്റെ ഉള്ളിലാണ് അടിച്ചിട്ട് ഇതായത്. എല്ലാ സമയത്തും നിൽക്കുന്ന മാതിരി നമ്മളെ പിള്ളമാരിൽ ഇവിടെ 12-1 മണി വരെ നിൽക്കാറുണ്ട്. അതേ സ്പോട്ടിൽ അവരുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ഒരു ദുരന്തമായിട്ട് മാറട്ടായിരുന്നു. ഒരു വലിയ ദുരന്തം ഒഴിവായത് ആ പരാശക്തിൻ്റെ കഴിവാണ്. പിന്നെ ഇത് അതുമല്ലാതെ ഈ ഒരു മാങ്ങൻ്റെ മരം വീണിട്ട് ഇത് 7 പോസ്റ്റാന്ന് ഒരട്ടടിക്ക് പോയത്. നമ്മൾ 5 കാറ് തകർന്ന് അതെല്ലാം കൂടിയിട്ട് ഒരു വീട്ടിൻ്റെ ഷീറ്റ് മറ്റൊരു വീട്ടിന് പോയിട്ടാണ് തകർന്നിട്ട് വീണത്. അതൊരു ഭയങ്കര നാശനഷ്ടത്തിലാണ് ഇപ്പോൾ കീഴൂർ. KSEB ഉദുമ സെക്ഷന് കീഴിലാണ് കീഴൂർ പ്രദേശം. ഇവിടുത്തെ ജീവനക്കാർക്ക് പുറമെ കാഞ്ഞങ്ങാട്, കുറ്റിക്കോൽ എന്നീ സെക്ഷൻ ഓഫീസുകളിലെ ജീവനക്കാരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. എത്രയും വേഗത്തിൽ തന്നെ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനുള്ള ആത്മാർത്ഥവും അശ്രാന്തവുമായ പരിശ്രമത്തിലാണ് ഇവരെല്ലാവരും. പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തികൾക്കും മറ്റുമായി ക്രെയിനിന്റെ സേവനവും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഉദുമ സെക്ഷനിലെ ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിലാണ് ഇത് സംഭവിച്ചത്. ഇതോട് കൂടിയിട്ട് ഏകദേശം 8ഓളം HD പോസ്റ്റുകളും 2 LT പോസ്റ്റുകളും തകർന്നു. അത് നാട്ടിന് അപായമില്ലാതെ കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഒരു ക്രാക്കും ഇല്ലാത്ത മരമാണ്. കാറ്റിൻ്റെ ശക്തി കൊണ്ടാണ് അത് സംഭവിക്കാനുള്ള കാരണം ഉണ്ടായത്.
നല്ല സ്ട്രൈറ്റ് പോയ മരമായിരുന്നു. അപ്പോൾ ഈ പണി ഇപ്പോൾ എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പല ഭാഗത്തു നിന്നും കാഞ്ഞങ്ങാട് നിന്നും കുറ്റിക്കോളിൽ നിന്നും പിന്നെ 2 ടീമുകളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടാണ് ഈ വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുള്ളത്. അതിൽ ഒന്ന് ബാലേന്ദ്രന്, ഒന്ന് എൻ്റെ പേര് സിദ്ദിഖാണ്. ഞാൻ 2 പേരും ഇതിന് നേതൃത്വം നൽകിക്കൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ള രീതിയിലാണ് നടത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി രാപ്പകൽ ഭേദമന്യേയുള്ള കഠിനാധ്വാനത്തിലാണ് KSEBയുടെ എല്ലാ സെക്ഷനിലെയും കരാർ തൊഴിലാളികൾ. കോരിച്ചൊരിയുന്ന മഴയത്തും ആഞ്ഞടിക്കുന്ന കാറ്റത്തും സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ടുള്ള ഇവരുടെ സേവനം വിലമതിക്കാനാകാത്തതാണ്. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും അതോടൊപ്പം തന്നെ മേലധികാരികൾക്കുണ്ടാകുന്ന സമ്മർദ്ദങ്ങളും പരമാവധി ഒഴിവാക്കാനാണ് ഇവർ ലീവ് പോലും എടുക്കാതെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മഴക്കാലമായാൽ സ്വന്തമായുള്ള കാര്യങ്ങളെല്ലാം മറക്കേണ്ടിയും മാറ്റിവെക്കേണ്ടിയും വരുന്ന ഏറ്റവും വലിയ ജനസേവകരാണ് ഇവർ. ഏകദേശം ഞായറാഴ്ച മുതൽ ഇന്ന് വരെ 12 മണിക്ക് ശേഷമാണ് വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ പണിക്കാർ എല്ലാവരും ടയേർഡായിട്ടായില്ല, ശരിക്കും ഭക്ഷണം പോലും കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇവരോട് പറയും നാളെ ലീവ് വരാം. പൊതുവേ ഇന്ന് ഞങ്ങൾ എല്ലാവരും ലീവ് എടുത്തതാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ 11 മണിയാണ് സൈറ്റിലേക്ക് എത്തുമ്പോൾ എല്ലാവരും ലീവ് എടുത്തു കഴിയാമെന്ന് പറഞ്ഞു. ഒരാൾ വീട്ടിൽ പോയിട്ട് ആദ്യം എല്ലാവരും വരാൻ കഴിയാമെന്ന് പറഞ്ഞു. പിന്നെ ഈ ഓഫീസിലെ അവരെ ബുദ്ധിമുട്ടും ബാക്കി ജനങ്ങൾക്ക് കറണ്ട് കിട്ടാത്ത അവസ്ഥയും കണ്ടുകൊണ്ട് മാത്രമാണ് ഇന്ന് എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞങ്ങളും കരാർ തൊഴിലാളികളെന്നിട്ട് ഞങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എങ്കിലും ഓഫീസും നാട്ടുകാരുടെ ഈ നല്ല കാര്യത്തിനും വേണ്ടി ഞങ്ങളുടെ സേവനം അങ്ങോട്ട് നൽകുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.